ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അർജി വെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗെയ്സ്, നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. സംഭവം ഞാൻ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മുടെ ചക്കരയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇപ്പോൾ അവരാരും ഇവിടെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാവരും പുറത്ത് പോയേക്കാണ്, ഒരു മാരേജ് ഫംഗ്ഷനുണ്ട്. അപ്പോൾ അവരെല്ലാവരും അങ്ങനെ പോയേക്കാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പോയിട്ടില്ല, കാരണം കുറച്ച് ജോലിയുണ്ട് ഇവിടെ. അത് മാത്രമല്ല, ചൂട്, ഭയങ്കര ചൂട്, രാവിലെ തന്നെ നല്ല ചൂട്. അപ്പോൾ എന്നെക്കൊണ്ട് ഈ എന്താണ് കല്യാണത്തിനൊക്കെ പോയിട്ട് കുറേ നേരം ഇങ്ങനെ വെയിറ്റ്, ചൂടെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, വെപ്രാളമാണ്, ഒരു വല്ലാത്തൊരിതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റത്തില്ല. വീടാകുമ്പോഴത്തേക്ക് നമുക്കിത് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ, വലിയ ചൂടും ഇല്ല ഇവിടെ. അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തായാലും പോകണ്ട, അവർ പോട്ടെ എന്ന് വിചാരിച്ചു. മക്കൾ പോയി, എനിക്ക് പകരം എൻ്റെ മക്കൾ പോയിട്ടുണ്ട്. അപ്പം എൻ്റെ മക്കളും പിന്നെ അവരെല്ലാവരും കൂടിയാണ് പോയേക്കുന്നത്. പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തത്തുള്ളൂ. മാരേജ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ വേറെ എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ എത്തത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചക്കരയുടെ ബർത്ത്ഡേ ഇന്നിപ്പം ഇവിടെ വെച്ച് ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഒന്നാമത് അവർ പറഞ്ഞല്ലോ അവരുടെ വീഡിയോയിൽ വെള്ളമൊന്നും ഇല്ലയെന്ന്, വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഉടനെ ഇൻഷാ അള്ളാ ശരിയായിക്കോളും. കിണറിറച്ചെങ്കിലും കുറച്ച് വെള്ളമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഉണക്ക് സമയമില്ല. അപ്പോൾ ഈ ഉണക്കായതുകൊണ്ടിട്ട് ഇറച്ചപ്പോഴത്തേക്ക് മഴ ഒരുപാട് പെയ്തെങ്കിലും അത്ര വെള്ളമൊന്നും ഊറ്റൊന്നും ആയിട്ടില്ല. അപ്പോൾ കിണറിറച്ചെങ്കിലും കുറച്ച് വെള്ളം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി 2-3 ദിവസം കൂടിയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ കഷ്ടിച്ച് മോട്ടറിൽ കയറുമായിരിക്കും. പിന്നെ എന്നാലും ചിലവില്ലേ, 3-4 പേർക്ക് കഴുകണം, കുളിക്കണം, പിന്നെ എന്തെല്ലാം, ഒരു വെള്ളം, ഗ്യാസ്, കറണ്ട് ഇതൊന്നും ഇല്ലാതെ പറ്റത്തില്ല. അപ്പം നമുക്ക് ഒട്ടും പറ്റില്ല. വെള്ളം എന്തായാലും ആവശ്യമാണല്ലോ എല്ലാത്തിനേയും കാര്യം മെയിനായിട്ട്. അതുകൊണ്ടിട്ടാണ് അവർ 3-4 ദിവസം കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവളെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്നിവിടെ വെച്ച് അങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവൾക്ക് വലുതായിട്ട് ആഘോഷിക്കണമെന്നൊന്നുമില്ല, കാരണം അവൾക്ക് അങ്ങനെ ബർത്ത്ഡേക്ക് വലിയ ആഘോഷമായിട്ട് എടുക്കണമെന്നൊന്നുമില്ല. എങ്കിലും നമുക്കതല്ലല്ലോ. അവൾ ചക്കര ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് അവളുടെ ബർത്ത്ഡേ നമ്മളിവിടെ വെച്ച് കൂടുന്നത് തന്നെ. അപ്പം ഭയങ്കരമായ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കണമെന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ അവർക്ക് മാരേജ് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ഇവിടെ എല്ലാ ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിരുന്നു. അപ്പോഴിങ്ങനെ അത് പോകാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ പോയിട്ട് വന്നിട്ട് ഈവനിങ്, അതായത് വൈകുന്നേരം നമുക്ക് ഫംഗ്ഷൻ വയ്ക്കുക വെച്ചാൽ, അപ്പം ഫുഡ് പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യണം. പിന്നെ അത്യാവശ്യം ഇവിടെ പറ്റുന്ന ഇവിടെ ഉണ്ടാക്കണം. പിന്നെ അത് മാത്രമല്ല, കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും വൈകിട്ട് ഓരോരുത്തരുടെയും വകയായിട്ട് ഓരോ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി, പിന്നെ സഹോദരൻ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അവരും എന്തൊക്കെയോ സസ്പെൻസായിട്ടൊക്കെ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടി തന്നെയാണ് പോയി എടുത്തത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോയിൽ അത് പറയുന്നില്ല, കാരണം അതൊക്കെ അവരുടെ വീഡിയോയിൽ പറയുന്നില്ലേ നല്ലത്. അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞോളും, വീഡിയോ എന്താണ് വാങ്ങിയതെന്നൊക്കെയും കാണിക്കും. അപ്പോൾ എല്ലാവരും പോയി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക്. അപ്പോൾ ഞാൻ ഈ കോഴിയുടെ കാര്യങ്ങളൊക്കെ നോക്കി, വീടൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്, അപ്പോൾ അത് അങ്ങനെയൊക്കെ നോക്കുന്നു. പിന്നെ അതുപോലെ ഉച്ചയ്ക്ക് ഫുഡ് ഇന്നിപ്പോൾ എനിക്ക് ഫുഡ് കാപ്പിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഉണ്ടാക്കിയാലും ബാക്കിയാവും. അപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിച്ചിട്ട് വൈകുന്നേരം നമുക്ക് അടിപൊളിയായിട്ട് ഫുഡൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോഴേ വൈകുന്നേരം എല്ലാവരും ഉണ്ടാവും. വേറെ സ്പെഷ്യൽ ആരുമില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്മൾ ഈ 3 വീട്ടുകാർ, നമ്മുടെ കുടുംബ വീട്ടുകാർ, ഞാൻ, നിജാസ്, അവരൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് ആരെയും വിളിച്ചുള്ളൊരു ആഘോഷങ്ങളൊന്നും ഇല്ല. പിന്നെ എന്താണ്, ഇൻഷാ അല്ലാ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേര് എൻ്റെ യൂട്യൂബിൽ കമൻറ്റ് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അച്ചാറിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. അച്ചാർ ഒരുപാടായിട്ട് അച്ചാറുണ്ട്, പല ഐറ്റം അച്ചാറുകളാണ്. അപ്പോൾ ഏതാണ് എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ എടുത്ത റേറ്റ് പറയാഞ്ഞത്. അപ്പോൾ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ചാർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഞാനതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ ഏത് അച്ചാറിൻ്റെ റേറ്റാണ് അല്ലെങ്കിൽ എന്താണെന്നൊക്കെ ഉള്ളത് പറയും. ഞാനിപ്പോൾ ഇപ്പോൾ ഏതാണെന്ന് അറിയത്തില്ല, അച്ചാറിൻ്റെ റേറ്റ് പറയുമെന്ന് നോക്കിയപ്പോൾ നമുക്ക് ഏതാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ആ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നതായിരിക്കും. എന്നാലും ഒരുപാട് വലിയ റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ചെറിയ രീതിയിലുള്ള റേറ്റ് മാത്രമേ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ, ഒരുപാട് റേറ്റൊന്നും ഞാൻ വാങ്ങിക്കുന്നില്ല, ചെറിയ രീതിയിൽ മാത്രം. പിന്നെ ഇപ്പോഴത്തെ സാധനങ്ങൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ട് ചെറിയൊരു റേറ്റ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. എല്ലാ സാധനങ്ങളും റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, ഒരുപാട് വലിയ റേറ്റൊന്നും ഞാൻ വാങ്ങിക്കുന്നില്ല. പിന്നെ ഏതാണ് വേണ്ടിയത് അല്ലെങ്കിൽ ഏതിൻ്റെ റേറ്റാണ് അറിയാനുള്ള എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറയുന്നതായിരിക്കും.
പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താലും അത് DTDC കൊറിയറായിട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ എവിടെ നിന്നായാലും ഏത് അച്ചാർ വേണമെന്നോ നിങ്ങൾക്ക് എന്താണ് ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ദിവസത്തിനുള്ളിൽ എല്ലാം റെഡിയാക്കിയിട്ട് DTDC കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ട് വീഡിയോ ഇടണേന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ജോലിയൊന്നും ഇല്ലാതിരിക്കുന്നവർക്കൊക്കെ നമുക്കിപ്പോൾ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക അങ്ങനെ. പക്ഷേ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം അതിനായിട്ട് സമയം കണ്ടെത്തിയാലേ നമുക്കിത് എഡിറ്റ് ചെയ്തൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ജോലിയായിരിക്കും, തിരക്കായിരിക്കും, പിന്നെ ഫോൺ എടുത്ത് വെച്ച് മക്കളെ കളിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എടുക്കണ്ടേ. പിന്നെ ഇൻഷാ അള്ളാ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ എടുത്ത വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള അതായത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ യൂട്യൂബിലൂടെ അറിയിക്കുന്നത്. കാരണം ബർത്ത്ഡേ ഫംഗ്ഷനായാലും മാരേജ് ഫംഗ്ഷൻ എന്ത് വിശേഷ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ യൂട്യൂബ് ചാനൽ ഇടാറുണ്ട്. പിന്നെ ഡെയിലി നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, ഡെയിലി വീഡിയോ ഇടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ഗസ്റ്റുകൾ വരുന്നതൊക്കെ. പിന്നെ ചിലപ്പോൾ എല്ലാവരൊക്കെ വരും. പക്ഷേ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ ഉമ്മയുടെ ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ വാപ്പയുടെ ഫാമിലി അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വരുന്ന ചിലർക്ക് വീഡിയോ എടുക്കാൻ താല്പര്യമുണ്ട്. വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അവരിങ്ങനെ മുഖം മറച്ചു വയ്ക്കും. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനു വീഡിയോ എടുക്കുന്നത്? അതുകൊണ്ടിട്ട് ചിലപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല. വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അയ്യോ വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ നമ്മുടെ മനസ്സങ്ങ് മടിക്കും. അതുകൊണ്ടിട്ടാണ് പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ അവരുടെ ചാനലിൽ എൻ്റെ ചാനലിൽ നമ്മളെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇവരെയൊക്കെ തന്നെയാണ്. അതുപോലെ അവരുടെ വീഡിയോസിലായാലും അതുപോലെ തന്നെ നമ്മളെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. പിന്നെന്താണ് ബന്ധുക്കളൊക്കെ ആയാലും വരുന്നുണ്ട്. പക്ഷേ ഇതാണ് സംഭവം, വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് മുഖം മറയ്ക്കുന്നവരുണ്ട്, വീഡിയോ എടുക്കേണ്ടെന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെയാണ് പിന്നെ വീഡിയോ എടുക്കാത്തത്. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ട്, പുറത്തൊക്കെ പോകും, ചിലപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഒരു എന്തോ മടുപ്പ് പോലെയാണ്. അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ അങ്ങനെ അധികം എടുക്കാറൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അള്ളാ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബർത്ത്ഡേ എന്തായാലും നമ്മൾ ആഘോഷിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ബർത്ത്ഡേ കഴിഞ്ഞാൽ പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട്, പിന്നെ വിളിച്ചുകൊണ്ട് പോക്കൽ, അതായത് കൂട്ടിക്കൊണ്ട് പോക്കലുണ്ട്. അപ്പോൾ എല്ലാം വലിയ ആർഭാടമായിട്ടൊന്നും നടത്തുന്നില്ല, എല്ലാം ലളിതമായ രീതിയിൽ നടത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇൻഷാ അള്ളാ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ. ഇന്ന് കുറേ ജോലികളുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ആരും ഇല്ലല്ലോ, അപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇൻഷാ അള്ളാ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അതുപോലെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിലൂടെ അറിയിക്കാം. ഓക്കെ. അങ്ങനെ ഗേസ് രാവിലെ തന്നെ നല്ല വെയിൽ കേട്ടോ, നല്ല വെയിൽ. നമ്മൾ കുറേ തുണികളെല്ലാം അലക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും പോയി, കാരണം ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊരു മാരേജ് ഫംഗ്ഷനുണ്ട്. അപ്പോൾ അവരെല്ലാവരും പോയേക്കാണ്. എൻ്റെ മക്കൾ പോയി, ഞാൻ പോയിട്ടില്ല, കാരണം എന്നെക്കൊണ്ട് പറ്റില്ല, നല്ല ചൂടും. അപ്പോൾ കുറേ തുണികൾ അലക്കിയിട്ടുണ്ട്, ഇനിയും കുറച്ചും കൂടി അലക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ഇനി ഇത് പുറത്ത് വിരിക്കണം. ഇതുപോലെ പൈനാപ്പിൾ, അപ്പോൾ നമുക്ക് അരിപ്പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തിന് കുറച്ച് പത്തിരിയൊക്കെ ഉണ്ടാക്കി വയ്ക്കും. കാരണം തിരക്ക് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ. കാരണം രാവിലെയൊക്കെ കുറച്ച് ലേറ്റായി എഴുന്നേൽക്കുന്നെങ്കിൽ പെട്ടെന്ന് ചുട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ട് പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തണുത്തിരിക്കുന്നുണ്ടേ, ഇതിൽ നിന്ന് വിട്ടു, കുഴപ്പമില്ല, ചുട്ടെടുക്കാം. തണുപ്പ് മാറുമ്പോൾ ശരിയായിരിക്കും. അപ്പോഴിതാ നല്ല ചൂട് കേട്ടോ. നമ്മുടെ കിച്ചൺ ഇതുണ്ട ഷീറ്റ് ഇട്ടേക്കുന്നത് കൊണ്ടിട്ട് ഭയങ്കര ചൂടായി. ഇവിടുത്തെ ഷീറ്റിൻ്റെ ചൂടും മുകളിലത്തെയും കൂടി ആയപ്പോഴത്തേക്കും ഭയങ്കര ചൂട് പറ്റുന്നില്ല കേട്ടോ. എൻ്റെ ചെടികളൊക്കെ തന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് ഉഷാറായിട്ട് നിൽപ്പുണ്ട്.
മസാലപ്പൊടികളാണ്. അപ്പോഴിതാ ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്കിന് അരിപ്പത്തിരിയും ചിക്കൻ പൊരിച്ചും കൂടെ കഴിക്കാൻ വെച്ച് കുറച്ച് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ അതും പൊരിച്ച് അരിപ്പത്തിരി ഉണ്ടാക്കാൻ വെച്ച്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 2 മണി കഴിഞ്ഞ്. അപ്പോൾ ഇനി നല്ല ചൂട്, ഞാൻ ഈ ചൂടത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഒരു കിതപ്പാണ് തോന്നുന്നത്. അപ്പോൾ ഇതുണ്ടാക്കി കഴിക്കാം. ഓക്കേ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇങ്ങനെ വെച്ചേക്കുന്നത്? ഇത് ഇതാ ഉള്ളിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, എല്ലാ സംഭവങ്ങളും, തേങ്ങ, പിന്നെ കറച്ചിട്ട് അത് ഇവിടെയാണ് സൂക്ഷിച്ച് വയ്ക്കുന്നത്. പുറത്ത് വയ്ക്കാറില്ല, പൊട്ടിപ്പോകുന്നെങ്കിലും വെച്ചിട്ട്. പിന്നെ നമ്മുടേതാ ടിൻ ഐറ്റംസുകൾ, അരിപ്പൊടി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോഴേ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മൾ തണുപ്പോട് കൂടിയിട്ട് ഡ്രൈ ആകുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ആവുന്നത് കേട്ടോ. നമ്മൾ അപ്പോഴപ്പോഴും ചുട്ടെടുക്കുന്നത് കുഴപ്പമില്ല. ഇത് ശകലം ഡ്രൈ ആകുമ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഇതുകൂടി ചുട്ടെടുക്കാം. ഇതാ ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലേ, എങ്ങോട്ട് പോയി? ഹായ്, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, ബാ ബാ, ഇങ്ങോട്ട് ബാ, ഇങ്ങോട്ട് വാ. എവിടെയായിരുന്നു രാവിലെ? എവിടെ പോയിരുന്നു? എവിടെ പോയിരുന്നു രാവിലെ? കണ്ടു ബാറ്റ് മോൻ രാവിലെ കളിക്കാൻ പോകും. ഷട്ടിൽ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഫ്രണ്ട്സായിട്ട് ഇവിടെ ഗ്രൗണ്ടിൽ. അപ്പോൾ അതാണ് ബാറ്റും ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഡി ഇതിപ്പോഴും ഇവിടെ കാണും കേട്ടോ. ആര് വന്നാലും ഓടി വരും. പിന്നെ അകത്ത് കയറി അവർക്കൊപ്പം ഇരുന്ന് കാര്യമൊക്കെ കേട്ട് അവരെ ഇങ്ങനെ നോക്കും. അവളെയാണ് പറയണേന്നൊക്കെ മനസ്സിലായല്ലോ. പോയി. കുട്ടികളുണ്ട് കേട്ടോ, വീടിൻ്റെ മേഖലയിലുണ്ട്. അങ്ങനെ ഗ്യാസ് കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ടോ. ഇതാ ഞാൻ ഫുഡ് എടുത്തപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരുന്നു വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ കാണിക്കുന്നത് പോലെ ഫുഡ് കഴിക്കാൻ എടുത്ത് ആ ടൈം അവൾക്കറിയാം. അപ്പോഴും ഓടി വന്നിട്ടുണ്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴതാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ എന്താണെന്നുള്ളത് കാണിച്ചത്. നമ്മൾ അരിപ്പത്തിരിയും ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഇതാ ഇവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്താ ചിക്കൻ ഫ്രൈയും അരിപ്പത്തിരിയും. സത്യത്തിൽ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വെച്ചതാ ഇങ്ങനെ ഇതിൻ്റെ ആ ഒരു പൊടിയിൽ മുക്കിയിട്ട് കഴിക്കാം. അപ്പോൾ ഗേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊന്ന് കഴിച്ചോട്ടെ. പിന്നെ ഇനി കുളിക്കണം, നമസ്കരിക്കണം, കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ ചക്കര ഉള്ള ബർത്ത്ഡേക്ക് കൊടുക്കുന്ന ഗിഫ്റ്റും കാര്യങ്ങളും ആ ഒരു ഇതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.